ഫസ്റ്റ് ഇയർ സിവിൽ ട്രേഡിൽ ലെവലിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് റെഡ്യൂസ്ഡ് ലെവലുകൾ കണ്ടെത്തുക. തന്നിരിക്കുന്ന കുറച്ച് പോയിന്റ്സിൻ്റെ RL കണ്ടെത്തുക എന്നുള്ള ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ സ്ഥിരമായിട്ട് 2 മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡും മറ്റൊന്ന് റൈസ് ആൻഡ് ഫോൾ മെത്തേഡും. അതിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിൻ്റെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്, ബെഞ്ച് മാർക്കിൻ്റെ RL തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4ാമത്തെ റീഡിങ്ങിന് ശേഷമാണ് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് സോൾവ് ചെയ്യുന്നത് HI മെത്തേഡിലാണ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കൊളിമേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വെറും കൊളിമേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കേണ്ടത് HI മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അതിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് വരയ്ക്കേണ്ടത് അതിൻ്റെ ടേബിളാണ്. ഈ ടേബിൾ വരയ്ക്കുന്നതിന് തന്നെ കഴിഞ്ഞ എക്സാമിനൊക്കെ 25ഓളം മാർക്കായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ടേബിളിൻ്റെ ഹെഡിങ്സ് എല്ലാവരും കാണാതെ പഠിക്കണം. ഇപ്പോൾ നമ്മൾ HI മെത്തേഡിലാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കോളം ബാക്ക് സൈറ്റ്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, പിന്നീട് ഫോർ സൈറ്റ്, HI, RL, റിമാർക്സ്, ഇത്രയും കോളംസ് ആണ് അതിലുണ്ടാകുന്നത്. നമുക്ക് എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റിനനുസരിച്ച് താഴോട്ട് നമ്മൾ കോളംസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി തന്നിരിക്കുന്ന റീഡിങ്ങുകളെ ടേബിളിലോട്ട് കൃത്യമായിട്ട് എടുത്തെഴുതുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റീഡിങ്സുകളിൽ ഫസ്റ്റ് റീഡിങ് എപ്പോഴും ബാക്ക് സൈറ്റ് റീഡിംഗ് ആയിരിക്കും. അതായത് ബെഞ്ച് മാർക്കിലോട്ട് നോക്കുന്ന ഒരു റീഡിംഗ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ RL നമുക്ക് ക്വസ്റ്റ്യനിൽ 100.00 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബെഞ്ച് മാർക്കാണെന്നുള്ള കാര്യം നമ്മൾ റിമാർക്സിലും എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് റീഡിങ് എന്തായാലും ഉറപ്പായിട്ടും അതൊരു ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്നതിൽ നമ്മൾ 2ാമത്തെ റീഡിങ് ഇൻ്റർമീഡിയറ്റ് സൈറ്റിൽ എഴുതി, 3ാമത്തെ റീഡിങ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റിൽ എഴുതി. തൊട്ടടുത്ത 4ാമത്തെ റീഡിങ് നമ്മൾ എഴുതുന്നത് ഫോർ സൈറ്റിൻ്റെ കോളത്തിലാണ്. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് 4ാമത്തെ റീഡിങ്ങിന് ശേഷമാണ് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ 4ാമത്തെ റീഡിങ് ഫോർ സൈറ്റിൽ വരുന്നു, തൊട്ടടുത്ത റീഡിങ് നമ്മൾ അതിൻ്റെ നേരെ ബാക്ക് സൈറ്റിലും എഴുതുന്നു കേട്ടോ. ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതുന്നത് എന്നുള്ള കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള 2 റീഡിങ്ങുകളും വീണ്ടും ഇൻ്റർമീഡിയറ്റ് സൈറ്റിൽ എഴുതുന്നു. അവസാനത്തെ റീഡിങ് വീണ്ടും ഞാൻ ഫോർ സൈറ്റിൽ എഴുതുന്നു. അപ്പോൾ നമ്മളിനി ഈ പോയിന്റുകൾക്കൊക്കെ പേര് കൊടുക്കുകയാണ് എങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു ഫോർ സൈറ്റും ബാക്ക് സൈറ്റും വന്ന ആ പോയിന്റിനെ നമ്മൾ ചേഞ്ച് പോയിന്റ് ആണ് എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ അവിടെ CP എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. ബാക്കി പോയിന്റുകൾക്കൊക്കെ 1, 2, 3, 4, 5 എന്നുള്ള പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാക്ക് സൈറ്റ് വന്നു, അതിൻ്റെ RL കൊടുത്തിട്ടുണ്ട്. ബാക്കി റീഡിങ്സ് ഒക്കെ നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അതൊന്നും കൂടെ ക്ലിയർ ആയിരിക്കും എങ്ങനെയാണ് ഈ പോയിന്റുകളുടെയൊക്കെ റീഡിങ് നമ്മൾ ആ ടേബിളിൽ എഴുതിയത് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഉറപ്പായിട്ടും ഒരു ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ RL അല്ലെങ്കിൽ അതിൻ്റെ എലിവേഷൻ എത്രയാണെന്നുള്ളതും ക്വസ്റ്റ്യനിലും പറയും. ഇവിടെ അത് 100.000 ആണ്. ഇനി നെക്സ്റ്റ് നമ്മളപ്പോൾ ബെഞ്ച് മാർക്ക് കാണുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബെഞ്ച് മാർക്കിലോട്ട് ഒരു റീഡിംഗ് എടുക്കുന്നു, അല്ലേ, സ്റ്റാഫ് വെച്ചിട്ട് ബെഞ്ച് മാർക്കിലോട്ട് ഒരു റീഡിംഗ് എടുക്കുന്നു. ആ റീഡിംഗ് ആണ് അവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള 0.785 എന്ന് പറയുന്ന റീഡിംഗ്. ഞാനതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫസ്റ്റ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ബാക്ക് സൈറ്റിനെ കോളത്തിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഒരു പൊസിഷനിൽ എടുക്കുന്നു. 1ാമത്തെ പോയിന്റാണ്, അതിലോട്ട് നമ്മളൊരു റീഡിംഗ് എടുക്കുന്നു. അത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റിലാണ് എഴുതിയിട്ടുള്ളത്. ആ റീഡിംഗ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് 2ാമത്തെ ഒരു പോയിന്റ് എടുക്കുന്നു. അതും നമ്മൾ ആദ്യം വെച്ച സ്ഥലത്ത് തന്നെയാണ് നോക്കുന്നത്. ആ റീഡിങ്ങും ഞാൻ അവിടെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതാണ് നമ്മുടെ ചേഞ്ച് പോയിന്റ് എന്ന് പറയുന്ന ആൾ കേട്ടോ. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇൻസ്ട്രുമെൻറ്റ് വെച്ച സ്ഥലത്ത് നിന്ന് ലാസ്റ്റ് നോക്കുന്ന പോയിന്റ്. അതുകൊണ്ടാണല്ലോ നമ്മളത് ഫോർ സൈറ്റിൽ എഴുതിയിട്ടുള്ളത്. എപ്പോഴും ഒരു ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പിൻ്റെ പൊസിഷനിൽ നിന്ന് ലാസ്റ്റ് നോക്കുന്ന പോയിന്റാണ് നമ്മൾ എവിടെ എഴുതുന്നത്, ഫോർ സൈറ്റിനെ കോളത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഫോർ സൈറ്റിനെ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇൻസ്ട്രുമെൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് വേറൊരു പൊസിഷനിലോട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാത്ത സ്ഥലങ്ങളിലുള്ള പോയിന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് ഒരു പുതിയ പൊസിഷനിലോട്ട് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടേക്കാണോ നമ്മൾ ഫസ്റ്റ് വെച്ച പൊസിഷനിൽ നിന്ന് അവസാനം നോക്കിയത് ആ പോയിന്റിലേക്കായിരിക്കണം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ചേഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ പോയിന്റിലോട്ട് തന്നെ എന്ത് വന്നു, ഒരു ഫോർ സൈറ്റും വന്നു, അതേ പോയിന്റിലോട്ട് തന്നെ എന്തും വന്നു, ബാക്ക് സൈറ്റും വന്നു. അതുകൊണ്ടാണ് ആ റീഡിങ്സ് അവിടെ ഫോർ സൈറ്റും അതിൻ്റെ തൊട്ട് നേരെ തന്നെ ബാക്ക് സൈറ്റും ആയിട്ട് എഴുതുന്നത്. അതൊരു ചേഞ്ച് പോയിന്റ് ആണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം.
ഇനി പുതുതായിട്ട് ഇൻസ്ട്രുമെൻ്റ് വെച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ ബാക്കി റീഡിങ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഇൻ്റർമീഡിയറ്റ് സൈറ്റും പിന്നെ അവസാനം എടുത്തൊരു പോയിന്റിന് നമ്മൾ 4 സൈറ്റിൻ്റെ കോളത്തിലുമാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഈ ചേഞ്ച് പോയിന്റിൻ്റെ കാര്യം കേട്ടോ. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ടേബിളിലോട്ട് എടുത്ത് എഴുതാൻ കഴിയുള്ളൂ. ക്വസ്റ്റ്യനിൽ 4ാമത്തെ റീഡിങ്ങിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 4ാമത്തെ റീഡിങ് നമ്മൾ എവിടെ എഴുതി? 4 സൈറ്റിൻ്റെ കോളത്തിൽ എഴുതുന്നു. തൊട്ടടുത്ത 5ാമത്തെ റീഡിങ് നമ്മൾ അതിൻ്റെ നേരെ ബാക്ക് സൈറ്റിൻ്റെ കോളത്തിൽ എഴുതുന്നു. ഈ ഒരു കാര്യം സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിളിലോട്ട് വാല്യൂസ് ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ഈ ടേബിൾ വരച്ച് ഈ വാല്യൂസ് ഇതിലോട്ട് എടുത്ത് എഴുതുന്നതിന് 25 മാർക്കാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റുകളുടെയൊക്കെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് RL കണ്ടെത്തുക. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് HI മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഫസ്റ്റ് കണ്ടെത്തേണ്ടത് ഉറപ്പായിട്ടും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ഇവിടെ ചേഞ്ച് പോയിന്റ് ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2 ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് HI കണ്ടെത്താം. അവിടുത്തെ RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് അവിടുത്തെ HI കിട്ടുന്നതാണ്. അപ്പോൾ ആഡ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂ 100.785 എന്നുള്ളത് ഞാൻ HIൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഓരോ പോയിന്റുകളുടെ RL കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ HI മെത്തേഡിൽ നമ്മൾ HI കണ്ടെത്തിയിട്ടാണ് RL കണ്ടെത്തുന്നത്. ഫസ്റ്റ് പോയിന്റ് RL കണ്ടെത്താൻ പോവാണ്. RL ഓഫ് 0.1. അതിന് നമ്മൾ എന്താ എപ്പോഴും ചെയ്യാറ്? കിട്ടിയ HIയിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫ് റീഡിങ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ RL കിട്ടും. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ പോയിന്റുകളുടെ പേര് ഞാൻ എഴുതിയെന്നുള്ളൂ കേട്ടോ. ബാക്ക് സൈറ്റ് 1ഉം IS1ഉം IS2 എന്നൊക്കെ പറയുന്നത് ആ പോയിന്റുകൾക്ക് കൊടുത്ത പേരുകളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എഴുതണം കേട്ടോ. സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ കിട്ടിയ HI 100.785 ഒന്നാമത്തെ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ആയിട്ടുള്ള 1.326 കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് 99.459 എന്നുള്ള റീഡിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. 99.459. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് RL നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി പോയിന്റുകളുടെ RL നമുക്ക് കണ്ടെത്താം. ഓരോ HIന്നും ഓരോ റീഡിങ്സും HIയിൽ നിന്ന് കുറച്ച് കൊടുത്താൽ മതി. RL ഓഫ് 0.2 ആണ് നെക്സ്റ്റ് കാണുന്നത്. കിട്ടിയ ഓരോ റീഡിങ്സും അതത് സമയത്ത് തന്നെ ടേബിളിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്തൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം ഉറപ്പായിട്ടും ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ HI വാല്യൂ മാറും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പുതിയൊരു HI നമുക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. അതിന് നമ്മൾ HI2 എന്നാണ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ HI1 ആയിരുന്നു, ഇതിന് HI2 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തിയ പോലെ തന്നെ അവിടുത്തെ RL പ്ലസ് അവിടുത്തെ ബാക്ക് സൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ HI കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടിയ RL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കിട്ടിയ RL ആണ് 97.350 പ്ലസ് അവിടെ കിട്ടിയിട്ടുള്ള ബാക്ക് സൈറ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് 1.367. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു HI കിട്ടിയിരിക്കുകയാണ്. അത് ഞാൻ അതിൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം കേട്ടോ. ആദ്യത്തെ കേസിൽ അവിടുത്തെ RL പ്ലസ് അവിടുത്തെ ബാക്ക് സൈറ്റ് കൂട്ടുമ്പോഴാണ് നമുക്ക് അവിടുത്തെ HI കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയ RL പ്ലസ് ഇവിടുത്തെ ബാക്ക് സൈറ്റ് കൂട്ടുമ്പോൾ നമുക്കൊരു പുതിയ
എച്ച് ഐ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ പോയിൻ്റ് റെഡ്യൂസ് ലെവൽ കണ്ടെത്തുമ്പോൾ നമ്മൾ ഈ എച്ച് ഐന്ന് വേണം വാല്യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഈ പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. റീഡിങ്സ് ടേബിൾക്ക് എടുത്തെഴുതുന്ന കാര്യവും അതുപോലെ തന്നെ ഈ എച്ച് ഐ കണ്ടെത്തുന്ന കാര്യവും മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് പോയിൻറ്റിൻ്റെ ആറിൽ കണ്ടെത്താൻ ഈ കിട്ടിയ എച്ച് ഐ 2 മൈനസ് അവിടുത്തെ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആറിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ എല്ലാ പോയിന്റുകളുടെയും ആറിൽ നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 4 റീഡിങ്സും ഇൻസ്ട്രുമെൻ്റ് ആദ്യം വെച്ച സ്ഥലത്ത് നിന്ന് എടുത്തതാണ്. ബാക്കി 4 റീഡിങ്സും ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തതിന് വെച്ച് എടുത്ത റീഡിങ്സ് ആണ്. 2 എച്ച് ഐ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, എല്ലാ പോയിന്റുകളുടെയും ആറിൽ കണ്ടെത്തി. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചെയ്തിരിക്കുന്ന കാര്യം കറക്റ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതാണ് അരിത്തമെറ്റിക് ചെക്ക്. ഈ സ്റ്റെപ്പ് കൂടെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എച്ച് ഐ മെത്തേഡിൽ അരിത്തമെറ്റിക് ചെക്ക് ചെയ്യാനുള്ള ഇക്വേഷനാണ് സിഗ്മ ബാക്ക് സൈറ്റ് മൈനസ് സിഗ്മ ഫോർ സൈറ്റ് ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് ഇത് എഴുതി സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ഇപ്പോൾ സിഗ്മ ബാക്ക് സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, ആ ബാക്ക് സൈറ്റുകൾ മൊത്തം കൂട്ടിയത്, നമ്മുടെ ടേബിളിലുള്ള ബാക്ക് സൈറ്റ് മൊത്തം കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ ആണ് സിഗ്മ ബാക്ക് സൈറ്റ്, അതായത് സം ഓഫ് ഓൾ ബാക്ക് സൈറ്റ്. സെയിം സിഗ്മ ഫോർ സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, ആ ഫോർ സൈറ്റുകൾ മൊത്തം കൂട്ടിയത്, എത്ര ഫോർ സൈറ്റ് ആണോ നമ്മളെ ടേബിളിലുള്ളത് ആ ഫോർ സൈറ്റിൻ്റെ എല്ലാം ആകെ തുകയാണ് നമ്മൾ സിഗ്മ എഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ബാക്ക് സൈറ്റും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ ബാക്ക് സൈറ്റ് കിട്ടും. അപ്പോൾ അത് ഞാനിവിടെ കൂട്ടിയിട്ടുള്ള വാല്യൂ എഴുതുന്നുണ്ട്, 2.152 മൈനസ് സിഗ്മ ഫോർ സൈറ്റ്, അതായത് 2 ഫോർ സൈറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ 2 ഫോർ സൈറ്റും കൂടെ കൂട്ടിയിട്ടുള്ള വാല്യൂ 5.092 ഈക്വൽ ടു എന്താവണം, ലാസ്റ്റ് ആർ എൽ എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ആർ എൽ വാല്യൂ അത് ഞാനവിടെ എഴുതി കൊടുക്കുന്നുണ്ട്, 97.060 മൈനസ് ഫസ്റ്റ് ആർ എൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ ടേബിളിലുള്ള ആദ്യത്തെ ആർ എൽ അത് 100 ആണ്. അപ്പോൾ അതും എഴുതി കൊടുക്കുന്നുണ്ട്, 100.000. ഇനി ഇത് കുറച്ച് വെക്കുക, ഫസ്റ്റത്തെ 2 റീഡിങ്സ് നമ്മൾ കുറയ്ക്കുക, അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അപ്പോൾ അത് കുറച്ചപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ -2.940 എന്നുള്ളതാണ്. തൊട്ടടുത്ത 2 വാല്യൂസ് തമ്മിൽ കുറച്ചപ്പോഴും കിട്ടിയത് -2.940 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഈ 2 ഇപ്പം നമ്മൾ ചെയ്തത് കറക്റ്റാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.